എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചരിത്രം എഴുതുന്നത്? ഓൾറെഡി എഴുതി കഴിഞ്ഞ സാധനമല്ലേ, ഇനി നമ്മൾ അതുമായിട്ട് എൻഗേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു സെറ്റ് ഓഫ് മനുഷ്യരെങ്കിലും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നത് വൈ ഡു യു നീഡ് ഹിസ്റ്ററി? ചരിത്രത്തിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന്, മനുഷ്യന്റെ ഐഡന്റിറ്റി ഫോം ചെയ്യുന്നതിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് ചരിത്രം. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു ഹ്യൂമൻ ആണെന്ന് പ്രൂവ് ചെയ്യുക. നിങ്ങൾ എങ്ങനെ പ്രൂവ് ചെയ്യും? ഐ ആം ആസ്കിങ് യു, നിങ്ങളൊരു മനുഷ്യനാണെന്ന് എന്നോട് ഞാൻ പറയാം, നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങൾ വേറെ ഏതോ ഒരു ജീവിയാണ് എന്ന് ഞാൻ വാദിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ഹ്യൂമൻ ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യും? ഒന്ന്, നിങ്ങൾക്ക് ബയോളജിയുടെ സയൻസിന്റെ ഹെൽപ്പോടെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. രണ്ട്, ഹ്യൂമൻ ട്രെയ്റ്റ്സ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പൊ ഹ്യൂമൻ ട്രെയ്റ്റ്സ് ആയിട്ട് ഒരു 3-4 കാര്യങ്ങൾ പറയാൻ പറ്റുമോ? മറ്റ് ജീവികൾക്കില്ലാത്ത മനുഷ്യന് മാത്രമുള്ള കോൺഷ്യസ്നെസ്. പക്ഷെ കോൺഷ്യസ്നെസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ബ്രെയിൻ വേവ് എടുത്ത് നോക്കിയ ഏഞ്ചൽ ഫിഷിനും ബ്രെയിൻ വേവ് ഉണ്ട്, ഡോൾഫിനും ബ്രെയിൻ വേവ് ഉണ്ട്. എംപതി ഈസ് എ ഗ്രേറ്റ് ആൻസർ. ബാക്കിയുള്ള സഹജീവികളോട് എംപത്തറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. എന്നാ എംപത്തറ്റിക് ആയിട്ട് പെരുമാറുന്ന വേറെ ജീവികളും ഇല്ലേ ഈ ലോകത്ത്? ഹ്യൂമാനിറ്റി ഈസ് എ വെരി വേഗ് ആൻസർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് തിരിച്ചു ചോദിക്കേണ്ട വരും, അനുരാഗെ, ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒന്ന് ഡിഫൈൻ ചെയ്യാവോ? മനുഷ്യൻ ചെയ്യുന്നതെല്ലാം ഹ്യൂമാനിറ്റി ആവുമോ? നമ്മൾ പലപ്പോഴും മനുഷ്യൻ ചെയ്യുന്ന പല പ്രവൃത്തികളും, ഇപ്പൊ ഗസയിൽ നടക്കുന്നതോ അല്ലെങ്കിൽ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ ശരിക്കും മനുഷ്യത്വമല്ല, മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളല്ല, മൃഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ബെറ്റർ എന്ന് തോന്നും. ഒന്ന്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളിൽ ചിലവര് മനുഷ്യരല്ല, അംഗീകരിക്കുന്നുണ്ടോ? ദാറ്റ് ഈസ് ഈവൻ മോർ പ്രോബ്ലമാറ്റിക് അല്ലേ? കാരണം നമ്മളെല്ലാവരും യൂണിറ്റി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ബേസ് വാല്യൂ ആയിട്ട് നമ്മളെല്ലാം ഹ്യൂമൻ ആണ്, നമുക്ക് എല്ലാം ഈക്വൽ റൈറ്റ്സ് ആണ് എന്ന് പറയുന്നതിന്റെ ബേസ് വാല്യൂ നമ്മൾ ഹ്യൂമാനിറ്റി ആയിട്ടാണ് എടുക്കാറ്. പക്ഷെ നമുക്ക് ഉറപ്പോടെ പറയാൻ പറ്റുന്ന, സ്വന്തം ഹിസ്റ്ററി റൈറ്റ് ചെയ്യുന്ന, സ്വന്തം ഹിസ്റ്ററി ഓർമ്മിച്ചു വെക്കുന്ന, സ്വന്തം ഹിസ്റ്ററിയിലൂടെ നെക്സ്റ്റ് ജനറേഷനെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിറ്റ് നമ്മൾ അനിമൽസിൽ കാണാറില്ല. നമ്മൾ ആദിമ മനുഷ്യരെ തൊട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിലൂടെ സ്വന്തം ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ജീവികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മനുഷ്യരെ കണക്കാക്കാൻ പറ്റും. ഹരാരിയുടെ സാപ്പിയൻസ് എന്ന് പറഞ്ഞ വർക്കിൽ പറയുന്നുണ്ട്, ഹ്യൂമൻ ബീയിങ്സ് ആയിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ വലിയൊരു ഘടകം ചരിത്ര രചന കാരണമാണ്. അതുകൊണ്ടാണ് ചരിത്ര രചനയ്ക്ക് അത്രയും സൂക്ഷ്മത കൊടുക്കേണ്ട ആവശ്യം. കാരണം ചരിത്ര രചന പാളിപ്പോയാൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ട്രെയ്റ്റ്സും കൾച്ചറും ഒക്കെ പാളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു നേഷനെ തന്നെ തിരിച്ചറിയുന്നത് ചരിത്രത്തിലൂടെയാണ്. നമ്മളെ തന്നെ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത് ഇന്ത്യക്ക് ഒരു ചരിത്രമുണ്ടെന്ന് നമ്മൾ പ്രസ്യൂം ചെയ്യുന്നതാണ്. നമുക്ക് നേഷൻ സ്റ്റേറ്റിനെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യാം, അത് മേ ബി മറ്റൊരു സെഷനിലേക്ക് അല്ലെങ്കിൽ വേറൊരു ദിവസം ചെയ്യാം. ബട്ട് ഫോർ ദ ടൈം ബീയിങ് എല്ലാ നേഷൻസും അവരുടെ സിറ്റിസൺസിനെ നമ്മൾ വളരെ കൊച്ചു ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ 1ാം ക്ലാസ്സോ UKG തൊട്ടോ നമ്മുടെ നേഷന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രം പഠിപ്പിക്കുന്നത് വളരെ പർപ്പസ്ഫുള്ളി ആണ്. നമ്മുടെ ഉള്ളിൽ ഞാൻ ഇന്ത്യൻ ആണ് എന്നുള്ള ബോധം വരുത്താൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സിന് എപ്പോഴും ജോലിയാണ്. ഇന്ത്യ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ദേശരാഷ്ട്ര സങ്കല്പം നിലനിൽക്കുന്നിടത്തോളം കാലം സോഷ്യൽ സയൻസ് നിലനിൽക്കുക തന്നെ ചെയ്യും. കാരണം നേഷൻ സ്റ്റേറ്റിന് നിലനിൽക്കണമെങ്കിൽ ഹിസ്റ്ററി പഠിപ്പിച്ചേ മതിയാകത്തുള്ളൂ. ഇപ്പൊ ഒരു ഫ്രഞ്ചുകാരന്, ഇപ്പം ഫ്രഞ്ച് സംസാരിക്കുന്ന അൾജീരിയൻസ് ഉണ്ട്, ഫ്രഞ്ച് സംസാരിക്കുന്ന ഫ്രാൻസുകാരും ഉണ്ട്. ഇവര് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവര് താനെ അവരുടെ നേഷൻഹുഡിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് സ്വന്തം ഹിസ്റ്ററി എഴുതുന്ന മാത്രമല്ല, സ്വന്തം ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിലൂടെയും പഠന മാർഗങ്ങളിലൂടെയും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഡിസമിനേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ജീവികളായിട്ട് നമുക്ക് ഹ്യൂമൻസിനെ കാണാൻ പറ്റും. പിന്നെ ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ, പോളിസി മേക്കിങ്ങിൽ, സോഷ്യൽ ജസ്റ്റിസ് നിലനിർത്തുന്നതിൽ, സൊസൈറ്റിയിൽ ഹാർമണി നിലനിർത്തുന്നതിൽ, ഇതിലെല്ലാം ഹിസ്റ്ററിക്ക് വലിയ പങ്കുണ്ട്. പക്ഷെ ഇതിനേക്കാളും എല്ലാം ഉപരിയായി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചരിത്രത്തിന്റെ സ്ഥാനം എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ടൂൾ ആയിട്ടാണ്.
പലപ്പോഴും നമ്മൾ ഹിസ്റ്ററി എന്നുള്ളത് ആ ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്, ഒരു വിഷയമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഹിസ്റ്ററി മനസ്സിലാക്കപ്പെടേണ്ടത് നമുക്ക് എങ്ങനെ നമ്മുടെ ചിന്തയുടെ ഭാഗമായി ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ടൂൾ ആയിട്ട് ഹിസ്റ്ററിയെ യൂസ് ചെയ്യാം. എപ്പോഴും ചോദ്യം ചോദിക്കാൻ, എല്ലാ കാര്യങ്ങളും എപ്പോഴും ഫ്ലക്സിലാണെന്ന് എന്നുള്ള ബോധ്യം നിരന്തരമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കാനും സൊസൈറ്റിയോട് ചോദിക്കാനുമുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് ടൂൾ ആയിട്ടാണ് ഹിസ്റ്ററിയെ മനസ്സിലാക്കേണ്ടത്. രണ്ട്, ഹിസ്റ്ററി ഒരു മെത്തേഡ് ആയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. Now, how do we use history as a critical thinking tool? നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് ശ്രീലങ്കയില് കെലാനിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഖനനത്തിന്റെ ഇടയ്ക്ക് കണ്ടെത്തിയ ഒരു വിഹാരം. വിഹാരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലാത്തവർക്ക്, ബുദ്ധ സന്യാസിമാര് അവർ ഭിക്ഷാന്തേഹികളായിട്ട് നടന്ന്, മെൻഡിക്കൻസ് ആയിട്ട് നടന്നിട്ട് മഴയൊക്കെ വരുന്ന സമയത്ത് അവർ തിരിച്ച് പോയി താമസിക്കുന്ന ഇടങ്ങളെയാണ് വിഹാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്തൂപങ്ങളിലാണ് ആരാധനയൊക്കെ നടക്കുന്നത്. വിഹാരങ്ങൾ ജീവിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരു വിഹാരത്തിൽ നിന്നാണ് ഈ ഒരു ആർട്ടിഫാക്റ്റ് കിട്ടുന്നത്. ഈ ആർട്ടിഫാക്റ്റ് കിട്ടുന്ന സമയത്തിന് ഇതിന് ചുറ്റും കുങ്കുമവും കുറച്ച് പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് കാണാം, അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പക്ഷെ ഏതോ ഒരു കാലത്ത് ഇത് അബാൻഡൻഡ് ആയിട്ടൊരു സ്ട്രക്ചറാണ്, പിന്നീട് കണ്ടെത്തിയതാണ്. അപ്പൊ ഈ ഒരു ആർട്ടിഫാക്റ്റ് നിങ്ങളാണ് ആർക്കിയോളജി ടീമിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഒരു ആർട്ടിഫാക്റ്റ് എന്തായിരിക്കാം എന്നാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഇനി വേണമെങ്കിൽ 2-3 ക്ലൂസ് തരാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഓൾറെഡി പ്രീ എക്സിസ്റ്റന്റ് ആണ്. വിഷ്ണുപാദം എന്ന് പറയുന്ന ഇതുപോലുള്ള വരകൾ നിങ്ങൾ പലപ്പോഴും ചില വീടുകളിൽ പോവുകയാണെങ്കിൽ കൃഷ്ണന്റെ അല്ലെങ്കിൽ XY ദൈവത്തിന്റെ കാൽപാദങ്ങൾ വരച്ചു വെക്കുക. നിങ്ങൾ കന്യാകുമാരി പോയിട്ടുണ്ടെങ്കിൽ കന്യാകുമാരി ദേവിയുടെ പാദം അവിടെ വിവേകാനന്ദ റോക്കിൽ ഇപ്പോഴും ആരാധിക്കപ്പെടുന്നുണ്ട്. ബുദ്ധിസത്തിൽ തന്നെ ബുദ്ധന്റെ ചരണം എന്ന് പറഞ്ഞ് ഇതുപോലെ വേർഷിപ്ഡ് ആകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടംപററി ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വേർഷിപ്പ് പാറ്റേൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കരുതിയിരുന്നത്, സ്ക്രോൾ ബാക്ക്, ഇത് പ്രോബബ്ലി ഏതെങ്കിലും അമ്പലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഷ്രൈനിന്റെയോ ഭാഗമാണ്. പക്ഷെ ഇത് ഷ്രൈനിന്റെ ഭാഗമല്ല. ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, കൈപൊക്കെ ആൻസർ ചെയ്യാം. ഞാൻ ഇത് തന്നെ വേറെ കുട്ടികളുടെ കാണിച്ചിട്ട് അവർ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടത്. പോസിബിലിറ്റി പറഞ്ഞു നോക്കോ. പറയാം, അല്ല, ഇങ്ങനെ ചെരിച്ചു വെച്ച ഒരു ക്ഷേത്രം പോലെ ഇരിക്കാം. ചിലപ്പോ ഞാനത് തിരിച്ചു വെച്ചിട്ടായിരിക്കാം. That answer is actually correct. ഇതൊരു ടോയ്ലറ്റ് ആണ്. You can actually see this. പക്ഷെ ഇവിടുത്തെ ഒരു ജനറേഷൻ കഴിഞ്ഞപ്പോ ആൾക്കാർ വിചാരിച്ചത്, കാരണം വേറെ സ്ഥലങ്ങളിൽ പാദങ്ങളെ പൂജിക്കുന്നതും വേറെ ഇടങ്ങളിൽ ഈ ഒരു പ്രാക്ടീസ് ആരാധനക്രമത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് 9-ാം നൂറ്റാണ്ടിലോ 10-ാം നൂറ്റാണ്ടിലോ നിലനിന്നിരുന്ന ഒരു വിഹാരത്തിന്റെ യൂറിനലിന് 500 കൊല്ലം കഴിഞ്ഞപ്പോൾ, 5 centuries കഴിഞ്ഞപ്പോൾ അവര് തെറ്റിദ്ധരിച്ച് ഏതോ ഒരു ദൈവത്തിന്റെ പാദം നിലനിൽക്കുന്ന ക്ഷേത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവിടെ പൂക്കളും സിന്ദൂരത്തിന്റെ ഒക്കെ എവിഡൻസ് നമുക്ക് അതിന്റെ ചുറ്റും കിട്ടുന്നത്. സോ 2 things that reveal this to us. കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ, ആ കാലഘട്ടം ഏതാണെന്ന് മനസ്സിലാക്കാതെ, ആ കാലഘട്ടത്തിൽ ആ പുരാവസ്തുവിനോ ആർട്ടിഫാക്റ്റിനോ എന്തായിരുന്നു പ്രാധാന്യം എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ചരിത്ര നിർമ്മിതി ചെയ്യാൻ പോയാൽ അത് തെറ്റിപ്പോകും. 2, ഇതൊരു യൂറിനൽ ആയിട്ട് സിഗ്നിഫിക്കന്റ് ആണ്. This also proves that in 8th century, 9th century വിഹാരങ്ങളിൽ ടോയ്ലറ്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് ക്ഷേത്രങ്ങളും രാജാക്കന്മാരും മാത്രമാണ് ചരിത്രം എന്ന്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ ടോയ്ലറ്റ്, കൃത്യമായിട്ടുള്ള സാനിറ്റേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ഹിസ്റ്ററിയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഹിസ്റ്ററിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റിപ്പോകാറുണ്ട്. പലപ്പോഴും രാജവാഴ്ചകളാണ് നമ്മൾ ചരിത്രത്തിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ചരിത്രമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചരിത്രം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്.
എന്നാൽ സ്റ്റേറ്റിന്റെ ചരിത്രം ഹിസ്റ്റോറിയൻസ് ഒക്കെ വിട്ടു കഴിഞ്ഞു. നമ്മൾ വർഷങ്ങൾ മുമ്പേ തന്നെ ഇപ്പൊ ജനങ്ങളുടെ ചരിത്രമാണ് ചെയ്യുന്നത്. സോഷ്യൽ ഹിസ്റ്ററിക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് പഴയ ചരിത്ര പുസ്തകങ്ങളോട് ഭയങ്കര ഒബ്സഷൻ ഉള്ള ഒരു സെറ്റ് ഓഫ് മനുഷ്യരുണ്ട്. അവർ വീണ്ടും വീണ്ടും ഈ രാജവാഴ്ചയെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ ഈ ഒരു ഡിസ്കണക്ട് ഭയങ്കരമായിട്ട് വരും. അക്കാഡമിക് ചരിത്രവും പോപ്പുലർ ചരിത്രവും ജനങ്ങൾക്ക് ആവശ്യമുള്ള ചരിത്രവും. അതിനോടൊപ്പം ദ ന്യൂ ചാലഞ്ച് ദാറ്റ് വി ഹാവ് നൗ പെർട്ടിക്കുലർലി ഇൻ ദ ഏജ് ഓഫ് സോഷ്യൽ മീഡിയസ്, ഇഷ്ടം പോലെ ഫേക്ക് ആയിട്ടുള്ള ഹിസ്റ്ററി നിർമ്മിക്കപ്പെടും. ഹിസ്റ്ററി ഡിസ്റ്റോർട്ടഡ് ആകുക മാത്രമല്ല, ഡിസ്ഇൻഫോർമേഷൻ മാത്രമല്ല, മിസ്ഇൻഫർമേഷനും ഫാബ്രിക്കേഷനും ഓഫ് ഹിസ്റ്ററി നടക്കും. ഫോർ ഇൻസ്റ്റൻസ്, ഒരു സമയത്ത് ഇത് നമുക്ക് ഇവിടെയുള്ള ആൾക്കാരെ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് ഇന്ത്യയിലല്ല എന്ന്. പക്ഷെ ഇന്ത്യയിൽ ഒരു പ്രമുഖ മെയിൻ സ്ട്രീം ഹിന്ദി ചാനലില് ഖഡോൽക്കറിന്റെ സ്കെൽട്ടൺ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഖഡോൽക്കറിന്റെ സ്കെൽട്ടൺ കണ്ടുപിടിച്ചത് കഴിഞ്ഞിട്ട് ഒരു ചർച്ച ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ പിന്നെ നോക്കിയാൽ വളരെ തമാശയായിട്ടൊരു ചർച്ച കാണാൻ പറ്റും. ആ ചർച്ച ഇങ്ങനെയാണ്: ഖഡോൽക്കറിന്റെ ഇത്രയും വലിയ സ്കെൽട്ടൺ കണ്ടുപിടിച്ചു, ഇതെന്തിന് ASI മറച്ചു വെച്ചു? ഇതാണ് ചർച്ച. ഇതാണ് എന്തിന് ASI മറച്ചത്. ഇപ്പൊ വേറൊരാൾ വന്ന് പറയുന്നത് ഇത് ഖഡോൽക്കറിന്റെ ആകാൻ ചാൻസ് ഇല്ല, കാരണം ഖഡോൽക്കർ 5000 വർഷം മുമ്പേ ഉണ്ടായിരുന്ന ആളാണല്ലോ. അയാളുടെ സ്കെൽട്ടൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ മുഴുവൻ സ്കെൽട്ടണും കിട്ടില്ലല്ലോ, അതിന്റെ ഭാഗങ്ങളല്ലേ കിട്ടുള്ളൂ. അപ്പൊ മുഴുവൻ സ്കെൽട്ടൺ കിട്ടിയതുകൊണ്ട് ചിലപ്പോൾ ഖഡോൽക്കർ ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. മറ്റൊരാള് വന്ന് പറയുന്നത് ഇത് ഏലിയൻസ് ഉണ്ടായിരുന്നു, ഏലിയൻസ് ഇവിടെ നമ്മുടെ ഇടയിൽ ജീവിച്ചു, അല്ലെങ്കിൽ ജൈൻസ് ജീവിച്ചു എന്നുള്ളതാണ്. ബട്ട് ഖഡോൽക്കർ ഈസ് എ മിത്തിക്കൽ ബീയിങ്. ഇത് ഡിബേറ്റ് ചെയ്യുന്നത് എത്ര അബ്സേർഡ് ആണെന്ന് ആലോചിച്ചു. ഖഡോൽക്കറിന് 5000 വർഷം പഴക്കമുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇതൊരു ഇങ്ങനെ ആളില്ലല്ലോ. ഇറ്റ്സ് എ മിത്തിക്കൽ ടെക്സ്റ്റ്. മിത്തിക്കൽ ടെക്സ്റ്റ് വെച്ചിട്ട് ഒരു ആക്ച്വൽ ആർട്ടിഫാക്ട് ആണെന്നുള്ള രീതിയിൽ ഡിബേറ്റ് നടക്കുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ബട്ട് ഇത് ഈസിയാണ്. കുറച്ച് ലോജിക് ഉണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാകും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇത്രയും ഈസി ആയിട്ടല്ല. ഇതൊരു ഫസ്റ്റ് സ്റ്റേജിൽ മേ ബി ഏർലി 2000s ഇതാണ് കുറച്ചും കൂടെ എലോബറേറ്റ് ആയിട്ടുള്ള യൂറിനൽ. ഇത് അനുരാധപുരയിൽ നിന്ന് കിട്ടിയതാണ്, സോറി. ഇത് കണ്ടുപിടിക്കാൻ കുറെ കൂടെ ഈസിയാണ്. 2000s ആയിരുന്നപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഫേക്ക് ആർട്ടിഫാക്ട്സും ഫേക്ക് ഹിസ്റ്ററിയും കാണും. ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സിൽ നിന്ന് ടാബ്ലറ്റിന്റെ എവിഡൻസ് കിട്ടിയെന്നും ചാരിയറ്റ്സിന്റെ എവിഡൻസ് കിട്ടിയെന്നും റോക്കറ്റ്സിന്റെ എവിഡൻസ് കിട്ടിയെന്നും ഒക്കെ ഉള്ള രീതിയിലുള്ള ഫേക്ക് ഹിസ്റ്ററീസ് ഉണ്ട്. പക്ഷെ ആ സ്റ്റേജ് ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളിൽ വിത്ത് OTT പ്ലാറ്റ്ഫോംസ് ആൻഡ് ഇൻസ്റ്റ ബിക്കമിങ് വേ മോർ പോപ്പുലർ നമുക്ക് കാണാൻ പറ്റും. വളരെ മെയിൻ സ്ട്രീം ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള മനോജ് ബാജ്പേയി പോലെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സ് വരെ പ്രൊമോട്ട് ചെയ്യുന്ന ഫുൾ സീരീസ്, ഈ സിനൗളി സീരീസ് ദയവേ ഇത് കാണരുത്. പിന്നെ ഒരു രസത്തിന് ഒരു സ്പൂഫ് ഒക്കെ കാണുന്നത് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 6-7 എപ്പിസോഡ്സ് സിനൗളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൽ നിന്ന് രഥങ്ങളുടെ എവിഡൻസ് കിട്ടിയിട്ടുണ്ടെന്നും അത് ആര്യന്മാർ കൊണ്ടുവന്ന രഥമാണെന്നും അങ്ങനെ അത് തെളിയിക്കുന്നത് ആര്യന്മാർ ഇൻഡിജീനിയസ് ആണ്, തദ്ദേശീയരാണെന്നും ഒക്കെയുള്ള അബ്സല്യൂട്ട് ഫേക്ക് ഹിസ്റ്ററി. ഇതിൽ ഒരു ചരിത്രകാരൻ പോലും പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള, നമ്മൾ ഒരാളെ ഡോക്ടർ എന്ന് വിളിക്കുന്നത് എപ്പോഴാ? ഡോക്ടറേറ്റ് അല്ല, MBBS-ഉം MD ഒക്കെ പഠിച്ചാലല്ലേ ഒരാളെ ഡോക്ടർ എന്ന് വിളിക്കും. പക്ഷെ ഹിസ്റ്റോറിയൻ എന്തോ പ്രത്യേകത ഉള്ളതുപോലെയാണ്. നിങ്ങൾക്ക് ഡിഗ്രി ഒന്നും വേണ്ട, നിങ്ങൾക്ക് MA ഡോക്ടറേറ്റ് ഒന്നും ഡിഗ്രി ഹിസ്റ്ററിയിൽ ആവശ്യമില്ല. ചുമ്മാ ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകത്തിലെ 2 ലൈൻ സൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഹിസ്റ്റോറിയൻ എന്നുള്ള പദവി കിട്ടുന്ന ഒരു വിചിത്രമായ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സഞ്ജീവ് സന്യാൽ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് സംസാരിക്കുന്നുണ്ട്. അയാളുടെ ഡിഗ്രികൾ എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അയാൾ എക്കണോമിസ്റ്റ് ആണ്. പക്ഷെ ഇത് ഈ ഡോക്യുമെന്ററി എന്തിനെ കുറിച്ചിട്ടാണ്? ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ്. പക്ഷെ അയാൾ ഭയങ്കര ആധികാരികതയോടെ ഹിസ്റ്റോറിയൻ എന്നുള്ള മട്ടിൽ ഇത് അനലൈസ് ചെയ്ത് കളയും. നിങ്ങൾ ഇതുപോലെ യൂട്യൂബിൽ വരുന്നതും ഇൻസ്റ്റയിൽ വരുന്നതായിട്ട് പലവരും ഈ ചരിത്രം പറയുന്നവരുടെ ജസ്റ്റ് ഇപ്പൊ നമുക്ക് ChatGPT-യോ DeepSeek-ഓ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ക്ലൗഡോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇവരുടെ ഡിഗ്രികൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസിയാണ്. ഒറ്റ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത് ഏതെങ്കിലും ഒരു AI-യോടോ അല്ലെങ്കിൽ ഗൂഗിളിനോടോ ഒക്കെ ചോദിച്ചാൽ മതി, ഇവരെവിടെയെങ്കിലും ചരിത്രത്തിൽ ട്രെയിൻഡ് ആണോ? അപ്പൊ ഇവർ ഈ പറയുന്ന മുഴുവൻ സാധനങ്ങളും തകർന്നു വീഴുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്താണ്? ഹിന്ദുത്വവാദത്തിന്റെ ഭാഗമായിട്ടുള്ള ആര്യന്മാർ ഇവിടെ തദ്ദേശീയരായിരുന്നു. ഹിന്ദുയിസം എന്നുള്ളത് അല്ലെങ്കിൽ പുരാണിക് വേദിസം എന്നുള്ളത് സെൻട്രൽ സ്റ്റെപ്പി റീജിയണിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന മതമല്ല,
ഇവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന മതമാണ് എന്നുള്ള തെറ്റായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ വാദമാണ് ഇവർ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള കഴിഞ്ഞ ഒരു 60 വർഷമായിട്ട് പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് മിനിമം 3 റൗണ്ട് മൈഗ്രേഷൻ എങ്കിലും സെൻട്രൽ സ്റ്റെപ്പി റീജിയനിൽ നിന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് സംഭവിക്കുകയും ആ സംഭവിക്കുന്നതിന്റെ ഇടയിൽ എപ്പോഴാണ് പ്രോട്ടോവേദിസം എന്ന് പറയുന്ന ഒരു റീജിയസ് ട്രഡീഷൻ ഉണ്ടാകുകയും ആ പ്രോട്ടോവേദിസം പിന്നെ പരിണമിച്ചാണ് ബ്രാഹ്മണിസം ആകുകയും ആ ബ്രാഹ്മണിസം പിന്നെ പരിണമിച്ചാണ് ഒരു 17-18 നൂറ്റാണ്ടാകുമ്പോഴാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ഹിന്ദുയിസം എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നത്. ആ ഹിന്ദു എന്നുള്ള പദം പോലും നമ്മൾ കാണുന്ന എപ്പോഴാ? പോസ്റ്റ് 16-17 സെഞ്ചുറി വർക്സിലാണ് ഹിന്ദു എന്നുള്ള ഒരു വാക്ക് നമ്മൾ കാണുന്നത്. ഇന്ത്യയെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്ന ആദ്യത്തെ വർക്ക് ഈസ് റിട്ടൺ ഓൾ ദ വേ ഫ്രം ഉസ്ബെക്കിസ്ഥാൻ, നോട്ട് ഇവൻ ഇൻ ഇന്ത്യ. ചൈനീസ് സോഴ്സസ് സിന്ധു നദിയെ ചെങ്ഡു എന്ന് വിളിക്കുകയും മിഡിൽ ഈസ്റ്റേൺ സോഴ്സസ് ഇൻഡസ് റിവറിനെ സിന്ധു എന്ന് വിളിക്കുകയും സിന്ധുവിന്റെ അപ്പുറത്തുള്ള എല്ലാ ആൾക്കാരും സിന്ധിയൻസ് എന്ന് വിളിക്കുകയും ആ വാക്കിൽ നിന്നാകണം ഹിന്ദു എന്നുള്ള വാക്കും ഹിന്ദി എന്നുള്ള വാക്കും ഒക്കെ വന്നതും. അങ്ങനെ ആകണം ഈ നാടിന് ഒരു റൂട്ടിൽ കൂടെ പോയാൽ ഹിന്ദിയ എന്നുള്ള വാക്ക് ഇന്ത്യ എന്നുള്ള വാക്കിലേക്ക് പരിണമിക്കുകയും മറ്റൊരു റൂട്ടിൽ പോകുമ്പോൾ സിന്ധു എന്ന വാക്ക് ഹിന്ദു എന്നുള്ള വാക്കിൽ പരിണമിക്കുകയും ചെയ്യുന്നത്. ഒരുപാട് ലിംഗ്വിസ്റ്റിക് ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഈ ഹിസ്റ്ററികളൊന്നും നോക്കാതെ അല്ലെങ്കിൽ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ഇത്രയധികം ആക്ച്വൽ ആർക്കിയോളജിക്കൽ വർക്ക് നടക്കുന്നത് ഒന്നും നോക്കാതെ AI ജനറേറ്റഡ് ആയിട്ടുള്ള കുറെ വിഷ്വൽസ് കാണിച്ച് രഥങ്ങൾ ഉണ്ടായിരുന്നെന്നും ആർമി ഉണ്ടായിരുന്നെന്നും ഒക്കെ കാണിച്ച് ഇതുപോലുള്ള ഒരുപാട് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് ഏറ്റവും കൂടുതൽ ഞങ്ങളെ പോലുള്ള പ്രൊഫഷണൽ ഹിസ്റ്റോറിയൻസ് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നത് ഒരു പ്രൊഫ്യൂഷൻ, നമുക്ക് ആയിരക്കണക്കിന് ഇതുപോലത്തെ വീഡിയോസ് ഉണ്ട്, പക്ഷെ ഒരു ആക്ച്വൽ അക്കാഡമിക് ലെക്ചർ ചിലപ്പോൾ ഒരു 3-4 എണ്ണേ കാണുള്ളൂ. ഇതുപോലെ ഇത്രയും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ചിലപ്പോൾ ആക്ച്വൽ ഹിസ്റ്ററിയിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് ഒരു കലത്തിന്റെ പകുതി ഭാഗമായിരിക്കാം, ഒരു എല്ലിന്റെ ഒരു വിരലിന്റെ പകുതി കഷ്ണമായിരിക്കാം. ദിസ് വോണ്ട് ലുക്ക് ഫാസിനേറ്റിംഗ് ടു എ ജനറൽ ഓഡിയൻസ്. പക്ഷെ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നും. അപ്പൊ ഈ ഒരു ഡിസ്കണക്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു സയന്റിഫിക് ബെൻഡ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനപ്പുറം ചിന്തിക്കാനും എന്തൊക്കെയാണ് ഡിസ്റ്റോർഷൻസ് എന്നും എന്തൊക്കെയാണ് ഫാബ്രിക്കേഷൻസ് എന്നും മനസ്സിലാക്കാൻ പറ്റണം. MSS പാണ്ഡ്യൻ എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് JNU ഉണ്ടായിരുന്ന സാർ മരിച്ചുപോയി. ഇപ്പം വൺ ഓഫ് ദ മോസ്റ്റ് ഫാന്റാസ്റ്റിക് ഹിസ്റ്റോറിയൻസ് ഐ മെറ്റ് ഇൻ മൈ ലൈഫ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ചരിത്രകാരന്റെയോ ചരിത്രകാരിയുടെയോ കൂറെങ്ങോട്ടായിരിക്കണമെന്ന്. പാർട്ടി ബേസ്ഡ് ആകരുത്, റിലീജിയൻ ബേസ്ഡ് ആകരുത്, സോഴ്സസിനോടായിരിക്കണമെന്ന്. അതായത് നമുക്ക് കിട്ടുന്ന ആർക്കിയോളജിക്കൽ പ്രൂഫ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ഇതിനോടായിരിക്കണം ഒരു ഹിസ്റ്റോറിയന്റെ കൂറ് എന്ന്. സോ ഈ പ്രിമൈസിൽ നിന്നുകൊണ്ട് ഹിസ്റ്ററിയുടെ ഒരു ചെറിയ കേസ് സ്റ്റഡിയാണ് നടത്താൻ പോകുന്നത്. ഇവിടെ എത്ര 12th വരെ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? 12th വരെ? ഇല്ല, ഞാൻ ചോദ്യം ചോദിക്കല്ല, പേടിക്കണ്ട. 10th വരെ മിക്കവരും എല്ലാവരും ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടായിരിക്കും സോഷ്യൽ സയൻസിന്റെ ഭാഗമായിട്ട്. അപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുള്ള, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്, ഞാൻ കുറച്ചൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയിട്ടുണ്ട്, കുറെ പടങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഇതിനകത്ത്. ഇത് പറയേണ്ട ഒരു കാലഘട്ടം വന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ ടെക്സ്റ്റ് ബുക്കുകളെ പോലെ നമുക്ക് 100% ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏജിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ബേബി സ്കൂളിൽ പഠിച്ച, ക്ലാസ് റൂമിൽ പഠിച്ച പല കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ റിവൈസ്ഡ് ആവും. ഐ ആം വെരി വെൽക്കം ടു ആൻസർ എനി ക്വസ്റ്റ്യൻ ദാറ്റ് യു ഹാവ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ചിലപ്പോൾ പഠിച്ചതിന്റെ നേരെ വിപരീതം ഒരു തിയറി ആയിരിക്കും ഞാൻ മുന്നോട്ട് വെക്കുന്നത്. അവരെ ഡിസ്പ്രൂവ് ചെയ്യാൻ മാത്രമല്ല, പക്ഷെ മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് നിലനിൽക്കുന്നുണ്ട് പല കാര്യങ്ങളെ കുറിച്ചും. അതിലെല്ലാ പേഴ്സ്പെക്റ്റീവും ഒരേപോലെ വാലിഡ് അല്ല. ഏറ്റവും വലിയ പോസ്റ്റ് മോഡേൺ പോസ്റ്റ് ട്രൂത്ത് ആയിട്ടുള്ള ട്രാപ്പ് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി എന്നുള്ളത് നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. നമ്മളെല്ലാം വിശ്വസിക്കുന്ന കാര്യമാണ് ഡൈവേഴ്സിറ്റി ആവശ്യം. എന്നാൽ എല്ലാ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒപ്പീനിയനും ഒരേ ക്രെഡിബിലിറ്റി അല്ല. സോഴ്സ് ബേസ്ഡ് ആയിട്ട്, മെത്തേഡ് ബേസ്ഡ് ആയിട്ട്, റിഗറസ് സയന്റിഫിക് അനാലിസിസിലൂടെ
പ്രൊഡ്യൂസ്ഡ് ആകുന്ന ഒരു നാരറ്റീവിനെ ആണ് വിശ്വസിക്കേണ്ടതെന്നും ബാക്കിയുള്ള നാരറ്റീവ്സിന് ഡിസ്പെൽ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ഡിസ്പെൽ ചെയ്ത് കളയണം എന്നുമാണ് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഹാരപ്പ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള കൾച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? അല്ല, തമിഴ് അല്ല. ഐ വുഡ് ലവ് ഇറ്റ് ടു ബി തമിഴ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അല്ല, യങ്ങർ ആണ്. ഇവിടെയാണ് ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഗൂഗിളി ക്വസ്റ്റ്യൻ ആണ് ട്രിക്ക് കിടക്കുന്നത്. ഏറ്റവും ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഏതാണെന്നല്ല ഞാൻ ചോദിച്ചത്. ഏറ്റവും പഴക്കമുള്ള നാഗരികത ഹാരപ്പനാണ്. പക്ഷെ ഞാൻ ചോദിച്ചത് ഏറ്റവും പുരാതനമായ സിവിലൈസേഷൻ ഏതാണെന്നല്ല, ഏറ്റവും പുരാതനമായ കൾച്ചർ ഏതാണെന്നാണ്. കൾച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടല്ലേ ഏറ്റവും പുരാതനം നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്നോട് തിരിച്ചു ചോദിക്കാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ കൾച്ചർ എന്തുവാ? കൾച്ചർ നമ്മൾ യൂഷ്വലി ടെക്നിക്കൽ സെൻസ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആൾക്കാർ സ്ഥിരം താമസം ചെയ്യുകയും അവർക്കൊരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടായി വരികയും, അത് ചിലപ്പോൾ ഒരു ആരാധനക്രമമായിരിക്കാം, ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള വാസ്തുവിദ്യ ആയിരിക്കാം, ചിലപ്പം ഒരു ഭാഷയായിരിക്കാം, ഏതെങ്കിലും ഒരു കോമൺ ഫീച്ചർ ഇവരിൽ ഉണ്ടായി വരുന്ന ഇതിനെയാണ് നമ്മൾ കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ കശ്മീരിലാണ് സൗത്ത് ഏഷ്യയിൽ ഏറ്റവും ആദ്യമായിട്ടുള്ള ഒരു കൾച്ചർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ബുർസാഹോം ഗുഫ്ക്രാൽ കൾച്ചർ എന്ന് പറയുന്ന കൾച്ചർ ഉണ്ടായത്. ഇത് കഴിഞ്ഞ ഒരു സിവിലൈസേഷനായി നമ്മൾ മാറുന്നത് ഹാരപ്പയുടെ കാലഘട്ടത്തിലാണ്. വൈ സിവിലൈസേഷൻ ഇമ്പോർട്ടൻറ്റ്? സിവിലൈസേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് പലപ്പോഴും നമ്മൾ മനുഷ്യരുടെ ഹിസ്റ്റോറിക്കൽ ചേഞ്ചിനെ മാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനുഷ്യ പുരോഗതിയെ നമ്മൾ മനസ്സിലാക്കുന്നത് സിവിലൈസേഷന്റെ ഷിഫ്റ്റുകളിലൂടെയാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സിവിലൈസേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കപ്പെടുന്നത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. കാരണം അതുവരെ അന്ന് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യക്കാർക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മേജർ വാദം എന്നുള്ളത് ഇന്ത്യക്ക് സിവിലൈസേഷൻ ഇല്ല. കാരണം ഗ്രീസിലോ റോമിലോ ഈജിപ്തിലോ ഉണ്ടായിരുന്നത് പോലെയുള്ള വലിയൊരു നാഗരികത ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ഭയങ്കര ബാർബറിക് ആയിട്ടുള്ള ആൾക്കാരാണ്, സാവേജ് പോലുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ടൊരു സിവിലൈസേഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന് വളരെ വലിയൊരു ബദലായിട്ടാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ഒരു സിവിലൈസേഷൻ കണ്ടുപിടിക്കപ്പെടുന്നതും വെസ്റ്റേൺ സ്കോളേഴ്സിന് അംഗീകരിക്കേണ്ടി വന്നതാണ്. ഇത്രയും വലിയൊരു സിവിലൈസേഷൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഇതിനൊരു ഡിസ്കവറി തന്നെ ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ്. നിങ്ങളെക്കാളും പഴക്കമുള്ള മേ ബി മെസപ്പൊട്ടേമിയ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓൾഡസ്റ്റ് സിവിലൈസേഷൻ ഇന്ത്യയിലായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ യൂറിനലിനെ ക്ഷേത്രമായിട്ട് തെറ്റിദ്ധരിച്ചതുപോലെ ഉള്ള പല പല തെറ്റിദ്ധാരണകളും നമുക്ക് ഈ സിവിലൈസേഷനെ കുറിച്ച് ഉണ്ടാകാറുണ്ട്. നിങ്ങൾ ഈ ഇമേജസ് പലപ്പോഴും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഈ ഇമേജസിനെ യൂഷ്വലി ടെക്സ്റ്റ് ബുക്കുകളിൽ എന്താണ് വിളിക്കുന്നത്? ശില്പങ്ങൾ. പക്ഷെ ഈ ശില്പങ്ങൾക്ക് ഒരു പേരുണ്ട്. ഡാൻസിങ് ഗേൾ എന്ന അത് ഇതിനെ അല്ല, ഡാൻസിങ് ഗേൾ ഇമേജ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആരോട് പറയുന്നുണ്ട്? കറക്റ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിനകത്ത് മദർ ഗോഡസ് ഫിഗറീൻസ് എന്നാണ് വിളിക്കാറ്. ഇങ്ങനെയുള്ള ഇമേജസ് നിങ്ങൾ നാഷണൽ മ്യൂസിയത്തിൽ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഫാൻസി ഹെഡ് ഗിയർ ഉള്ള കുറെ അമ്മ ദേവതകൾ എന്ന് പറയപ്പെടുന്ന കുറെ ഫിഗേഴ്സ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ഓർത്തോണ്, സ്ത്രീ രൂപങ്ങളാണ്. പ്രത്യേകത എന്താണ്? കുറെ ആഭരണങ്ങളുണ്ട്, തലയിൽ വളരെ ഫാൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽമെറ്റ് പോലെയുള്ള ക്രൗൺ പോലെയുള്ള വേഷഭൂഷാദികളുണ്ട്. ഈ ഇമേജിനെയാണ് ഡാൻസിങ് ഗേൾ എന്ന് വിളിക്കുന്നത്. Where is my priest king image? ഈ ഒരു ഇമേജിനെ പ്രീസ്റ്റ് കിങ് എന്ന് വിളിക്കാറുണ്ട്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ള സെഷൻ ജെൻഡറിനെ കുറിച്ചല്ലേ? ലെറ്റ് മീ ആസ്ക് എ വെരി ജെൻഡേർഡ് ക്വസ്റ്റ്യൻ. ഈ ഇമേജിനെ നിങ്ങൾ പ്രീസ്റ്റ് കിങ്, വാട്ട് ഇസ് ദ ടേം? കിങ് എന്നും ഞാൻ ആദ്യം കാണിച്ച ഇമേജ് ഉണ്ടല്ലോ,
ഈ ഇമേജിനെ മദർ ഗോഡസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? താടിയുള്ളവരെല്ലാം രാജാക്കന്മാരാണോ? അല്ലെങ്കിൽ പ്രീസ്റ്റുകളാണോ? ഇവിടെ താടി ഈ പുള്ളിയൊക്കെ അപ്പൊ രാജാവാകുമല്ലോ, ഈ ഇദ്ദേഹം മഹാരാജാവാകും. അപ്പൊ സ്ത്രീകൾക്ക് താടിയില്ലാത്തതുകൊണ്ടാണോ രാജാവാൻ പറ്റാത്ത? ഇവിടെയാണ് ചരിത്രത്തില് സയന്റിഫിക് തിങ്കിങ് കുറഞ്ഞു പോവുകയും പലപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്ന ജെൻഡേർഡ് ആയിട്ടുള്ള ഐഡിയാസ്, നിലനിൽക്കുന്ന എക്സ്ട്രീംലി പേട്രിയാർക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ചരിത്ര രചനയിലോട്ട് അല്ലെങ്കിൽ ചരിത്ര നിർമ്മിതിയിലോട്ട് കയറി വരുന്നത്. കാരണം നിങ്ങൾ 3-4 ഇമേജസ് ഓഫ് വുമൺ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതൊരു ക്യൂണായിട്ട് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. പ്രീസ്റ്റ് കിങ്ങിന് തലപ്പാവില്ല, ക്രൗൺ ഇല്ല, ഫാൻസി ഹെഡ് ഗിയർ ഇല്ല, ആഭരണങ്ങളില്ല. പക്ഷെ വിളിക്കുന്ന എന്താ? കിങ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഒരു ഫാൻസി ഷോൾ ഉണ്ട് അദ്ദേഹത്തിന്. പക്ഷെ ഒരു വുമണിന്, ഈവൻ ദോ ഷീ ഹാസ് എ ക്രൗൺ ലൈക്ക് തിങ് ഓൺ ഹെർ ഹെഡ്, ഈവൻ ദോ ഷീ ഹാസ് ഫാൻസി ഹെഡ് ഗിയർ, യു വിൽ നോട്ട് കോൾ ഹെർ ആസ് എ ക്യൂൺ. ഇത് ബയസാണ്. ഹിസ്റ്ററിയിൽ നിലനിൽക്കുന്ന ജെൻഡർ ബയസിന്റെ ഒരു വിക്ടിമാണ് ഈ ഒരു സെറ്റ് ഓഫ് ഫിഗറീൻസ് നമുക്ക് പറയാം. 2, ഇവരൊരു മദർ ആണെന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? ഇപ്പൊ എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു മദർ ആയിട്ട് തോന്നുന്നുണ്ടോ? ആ, നമുക്ക് അവിടെ എത്താം. ഒന്നൊന്നിനേക്കാളും വലുതാണെന്നുള്ള ഇതല്ല പറയുന്നത്, അതേ അല്ല പറയുന്നത്. ജെൻഡർ ഇക്വാലിറ്റിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത്. 2 രീതിയിലാണ് മനസ്സിലാക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ പ്രീസ്റ്റ് കിങ് മദർ ഗോഡസിനെക്കാളും വലുതാണെന്നോ ചെറുതാണെന്നോ അല്ല നമ്മൾ ഇവിടെ പറയുന്നത്. വിൽ ഗെറ്റ് ടു ജെൻഡർ ഇക്വാലിറ്റി ഇൻ എ ബിറ്റ്. ഓക്കെ, ഫോർ ദ ടൈം പറയാൻ ശ്രമിക്കുന്നത് ഈ 2ലും ബയസ് ഉണ്ടെന്നാണ്. പ്രീസ്റ്റ് കിങ്ങിനെ പ്രീസ്റ്റ് കിങ് ആയിട്ട് മനസ്സിലാകുന്നതിലും ബയസ് ഉണ്ട്. മദർ ഗോഡസിന്, ഈ ഫിഗേഴ്സിനെ മദർ ഗോഡസ് എന്ന് വിളിക്കുന്നതിലും ബയസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും തെറ്റായിട്ട് വിചാരിക്കുന്നത് എന്താ? പേട്രിയാർക്കി എന്ന് വിചാരിക്കുന്നത് പുരുഷന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത കാര്യമാണ്. ഇതാണ് സ്ത്രീകളെ പുരുഷന്മാർ അമർത്തി വെക്കുന്ന അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്ന കാര്യത്തിനെയാണ് പേട്രിയാർക്കി എന്ന് വിളിക്കുന്നത്. ഇല്ല, പേട്രിയാർക്കി എന്താ? ഒരു സിസ്റ്റമാണ്. സ്ത്രീകൾക്കെതിരെയും പുരുഷന്മാർക്കെതിരെയും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയിനെയാണ് സുഹൃത്തെ നമ്മൾ പേട്രിയാർക്കി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജെൻഡർ കിങ് പ്രീസ്റ്റ് കിങ് തെറ്റിപ്പോകുന്നതും മദർ ഗോഡസ് ഐഡന്റിഫിക്കേഷൻ തെറ്റിപ്പോകുന്നതും 2ന്റെയും വർക്കിംഗ് പേട്രിയാർക്കി കാരണമാണ്. സോ ഐ ഗോ ബാക്ക് ടു മൈ ഇനിഷ്യൽ ക്വസ്റ്റ്യൻ. ഇവരെ ഈ ഒരു ഫിഗറിനെ മദർ എന്ന് എന്തുകൊണ്ടായിരിക്കാം വിളിച്ചത്? സ്ത്രീ ഫിഗർ കണ്ട ഉടനെ മദർ ആണെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാം. നിങ്ങൾ എന്നെ കണ്ടു, ഡു യു സീ എ ചൈൽഡ് വിത്ത് മീ? അല്ലെങ്കിൽ ഡസ് മൈ ബോഡി ഗീവ് എനി ക്ലൂ ദാറ്റ് ഐ ആം എ മദർ? അപ്പൊ ഇവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും നോക്കിയിട്ട് അമ്മ എന്നൊരു സങ്കല്പത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ? ഇനി പോട്ടെ, ഗോഡസ് എന്ന സങ്കല്പത്തിൽ എത്താൻ പറ്റുമോ? സാധാരണ നമ്മൾ ഗോഡസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ആയുധങ്ങൾ കയ്യിലേന്തിയ 3-4 കൈകളൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഫ്രണ്ടില് അത് പൂജിക്കപ്പെടുന്നു എന്നുള്ള എന്തെങ്കിലും ക്ലൂ വേണോ അല്ലേ? ഇങ്ങനെയുള്ള എന്തെങ്കിലും മാർക്കേഴ്സ് ഈ ഏതെങ്കിലും ഫിഗറിൽ കാണുന്നുണ്ടോ? എലോബറേറ്റ് ആയിട്ടുള്ള ഒരു ക്രൗൺ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതേ സമയത്തുള്ള പല സിവിലൈസേഷൻസ് നമ്മൾ എടുത്തു നോക്കിയാലും സ്ത്രീകൾ വളരെ എലോബറേറ്റ് ആയിട്ടുള്ള ക്രൗൺസ് വെക്ക് നമുക്ക് കാണാൻ പറ്റും. 1. 2, മറ്റേതിനെ പ്രീസ്റ്റ് എന്ന് വിളിച്ചില്ലേ, ഇവര് പ്രീസ്റ്റസസ് ആയിക്കൂടെ? നമ്മള് ഈജിപ്തിലും മെസപ്പൊട്ടേമിയയിലും ഒക്കെ ഈ സമയത്ത് സ്ത്രീകൾ പൂജാരിണിമാരായിട്ടുള്ളതിന്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. അവർ എലോബറേറ്റ് ആയിട്ടുള്ള ഹെഡ് ഗിയർ വെക്കുന്നത്. കാരണം മെഡിറ്റേറ്റീവ് സ്റ്റേജിൽ നിന്ന് ട്രാൻസിലൊക്കെ പോകുമ്പോൾ ഈ ഹെഡ് ഗിയർ അവർ യൂസ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഈ ഒരു ഫിഗറീൻസിനെ നമ്മൾ ഒരിക്കലും പ്രീസ്റ്റസസ് എന്ന് വിളിക്കുന്നില്ല. കാരണം ഇത് ഉത്ഖനനം ചെയ്ത് കണ്ടെത്തപ്പെട്ട ആ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ പ്രീസ്റ്റസസ് സൊസൈറ്റിയിൽ വളരെ കുറവായിരുന്നു. 1. പക്ഷെ നമ്മൾ പല സബോൾട്ടൺ ട്രഡീഷൻ എടുത്ത് നോക്കിയാലും അവിടെ സ്ത്രീ പ്രീസ്റ്റുകളുടെ വലിയ സാന്നിധ്യം അന്നും ഇന്നും നിലനിന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ മെയിൻ സ്ട്രീമായി അന്ന് കണക്കാക്കപ്പെട്ടിരുന്ന റിലീജിയണില് സ്ത്രീകൾ പൂജ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് അവരെ പ്രീസ്റ്റസ് ആയിട്ട് കണ്ടില്ല. പക്ഷെ ക്യൂൺസിന്റെ ഒരു പാരമ്പര്യം നിലനിന്നിട്ട് പോലും ഇവരെ ക്യൂൺസ് ആയിട്ടും കാണുന്നില്ല. ഇല്ല, കുറെ പൈസയുള്ള
സ്ത്രീകളായിട്ട്, എലീറ്റ് വിമൺ ആയിട്ട് ഇവരെ കാണാമല്ലോ. കാരണം എന്തായാലും ഇവർക്ക് ആഭരണമൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും. സോ വിച്ച് മീൻസ് ദാറ്റ് ദേ കുഡ് ഓൾസോ ബി തോട്ട് ഓഫ് എസ് എലീറ്റ് വിമൺ. അങ്ങനെയും കാണുന്നില്ല. തിരിച്ച് ഒരു പുരുഷന്റെ ഇമേജ് കാണുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് ഇദ്ദേഹത്തിനെ കിങ് എന്ന് വിളിക്കാനും പ്രീസ്റ്റ് എന്ന് വിളിക്കാനും. എന്താണ് ഇദ്ദേഹത്തിനെ പ്രീസ്റ്റ് എന്ന് വിളിക്കാൻ? ഇത് ഒരു ഇതുപോലത്തെ ഡ്രസ് ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോൾ ഇദ്ദേഹം പോച്ചിട്ടുണ്ട്. ഷോൾ കുറച്ച് എല്ലാവരും പ്രീസ്റ്റ് ആവുമോ? ഇത് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ മൊർട്ടൈമർ വീലർ എന്ന് പറഞ്ഞ ഒരു ആർക്കിയോളജിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റർ ആർക്കിയോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഇതിനെ പ്രീസ്റ്റ് കിങ് എന്ന് വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കണ്ണ്, ഈ പ്രീസ്റ്റ് കിങ് പ്രതിമയുടെ കണ്ണ് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ ധ്യാനത്തിൽ ഇരിക്കുന്ന ഒരാളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രീസ്റ്റ് എന്ന്. എന്നാൽ നിങ്ങൾ ഡാൻസിങ് ഗേളിനെ നോക്കുക, ഡാൻസിങ് ഗേളുടെ കണ്ണും അടഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷെ ഡാൻസിങ് ഗേൾ ധ്യാനമഗ്നയായിട്ട് ഇരിക്കുകയാണെന്ന് ആരും പറയുന്നില്ല. ഡാൻസിങ് ഗേൾ യോഗിക് പോസ്റ്ററിൽ ഇരിക്കുകയാണെന്ന് ആരും പറയുന്നില്ല. ഡാൻസിങ് ഗേൾ ഡാൻസ് പോലും ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഡാൻസിങ് ഗേൾ ഒരു പോസ്റ്ററിൽ, ഇവിടെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള മിക്ക സ്ത്രീകളും നിൽക്കുന്ന പോസാണ്. ഇപ്പൊ ഫോട്ടോ എടുക്കാൻ വരെ നിൽക്കുന്ന പോസിലാണ് ഇവരെ നിൽക്കുന്നത്. ഇന്ത്യൻ ബോഡി ലാംഗ്വേജിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പോസ്റ്ററാണിത്. പക്ഷെ അന്നുണ്ടായിരുന്ന കൊളോണിയൽ മാസ്റ്റേഴ്സ് വിചാരിക്കുന്നത് ഇവരുടെ കയ്യിൽ ഒരുപാട് വളകളുണ്ട്, അതുകൊണ്ട് തന്നെ അതുമല്ല ഇവരിങ്ങനെ ഒരു പ്രൊവക്കേറ്റീവ്, കോട്ട് ആൻഡ് കോട്ട് പ്രൊവക്കേറ്റീവ് പോസ്റ്ററിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവര് നാച്ച് ഗേൾ ആയിരിക്കാം, ഡാൻസിങ് ഗേൾ ആയിരിക്കാം എന്ന് പറഞ്ഞ് ഇവരെ ഡാൻസിങ് ഗേൾ എന്നുള്ള പേര് കൊടുക്കുകയാണ്. സോ ഈ ജെൻഡർ എങ്ങനെയാണ് ചരിത്ര രചനയിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ അറിയാവുന്ന ജെൻഡർ റോൾസ് ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിൽ, നമ്മുടെ സ്കൂളുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ സിനിമകളിൽ എല്ലാമുള്ള നിലനിൽക്കുന്ന ജെൻഡർ റോൾസ് ചരിത്രത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കിപ്പൊ പരിചിതമായിട്ടുള്ള ഫാമിലി സ്ട്രക്ചറാണ് എപ്പോഴും നിലനിന്നിരുന്നത് എന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് ചരിത്രരചന നടന്നിട്ടുണ്ട്. എപ്പോഴും നമുക്ക് മെയിൽ ലെഡ് ആയിട്ടുള്ള ഫാമിലീസ് ആയിരുന്നു, എപ്പോഴും നമുക്ക് ബ്ലഡ് ബൗണ്ട് ആയിട്ടുള്ള ഫാമിലീസ് ആയിരുന്നു. അഗെയിൻ ദി ആൻസർ ഇസ് നോ. എപ്പോഴും നമുക്ക് ഏക ഭാര്യ ഏക ഭർത്താവ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഫാമിലീസ് എത്ര ഡൈവേഴ്സ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വീട്ടിൽ തന്നെ പല പല കിന്നും നോൺ കിന്നുമായിട്ടുള്ള, അത് ബന്ധുത്വം, മാരേജ് കാരണവും കുട്ടികൾ കാരണവും അല്ലെങ്കിൽ മറ്റ് റീസൺസ് കാരണവുമുള്ള ആൾക്കാർ ഒരു ഫാമിലി ആയിട്ട് ജീവിച്ച എവിഡൻസ് നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ തന്നെ കിട്ടുന്നുണ്ട്. ഒരേ ജോലി ചെയ്യുന്ന പല പല ഫാമിലിയിലുള്ളവർ ഒരുമിച്ച് വന്ന് ഒരു കുടുംബത്തെ പോലെ ജീവിച്ചതിന്റെ എവിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവർ തമ്മിൽ ബ്ലഡ് റിലേഷൻസ് ഉണ്ടാകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ആദ്യ സമയത്തുള്ള, അല്ലെങ്കിൽ ഏകദേശം 1990s വരെയുള്ള സ്കോളേഴ്സ് പലപ്പോഴും അവരുടെ ജെൻഡർ ബയസ് മാത്രമല്ല, അവർ ജീവിക്കുന്ന ആ കാലഘട്ടത്തിന്റെ ബയസ് പഴയ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ചരിത്ര നിർമ്മിതി തെറ്റായി പോകുന്നതിന്റെ ഒരു എവിഡൻസ് ആണ് നമ്മൾ ഇന്നും ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ ഒരു പ്രതിമയെ ഡാൻസിങ് ഗേൾ എന്ന് വിളിക്കുന്നതും. ഇത് ഇപ്പോൾ പലപ്പോഴും ടെക്നിക്കലി നമ്മൾ ഷെറിൻ രത്നാകറുടെ വർക്കൊക്കെ നോക്കിയാൽ വുമൺ ഫിഗറീൻ എന്ന് മാത്രമാണ് എന്നെ വിളിക്കുന്നത്. ഇദ്ദേഹത്തിന് എലീറ്റ് മാനിന്റെ, മേ ബി സമ്പന്നനായ ഒരു വ്യക്തിയുടെ, കാരണം ഈ കുഡ് അഫോർഡ് എ ഷോൾ, ഇവിടെ അദ്ദേഹത്തിന് തലയിൽ ഒരു അമുലറ്റ് ഉണ്ട്, ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മേ ബി ധനികനായിരുന്ന ഒരാൾ. ഇതുപോലെ തന്നെ ഇത് ധനികരായിട്ടുള്ള സ്ത്രീകളുടെ റെപ്രസെന്റേഷൻ ആയിരിക്കാം. പക്ഷെ സ്ത്രീ മർച്ചൻസ് ഉണ്ടായിരുന്നു എന്നും ആയിരക്കണക്കിന്, ഇപ്പം റോമൻ സ്ക്രിപ്റ്റേഴ്സ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 100 കണക്കിന് കപ്പലുകൾ ഓൺ ചെയ്ത സ്ത്രീ മർച്ചൻസിന്റെ എവിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ഓർക്കില്ല. വളരെ വെൽത്തി ആയിട്ടുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നായിരിക്കാം ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് നമ്മൾ മറന്നുപോകും. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഹിയർ ഇസ്, നമ്മൾ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ചരിത്രത്തിന്റെ വായന വീണ്ടും വീണ്ടും പുതുക്കപ്പെടുകയും പുതിയ രീതിയിലുള്ള, പുതിയ കണ്ണുകളോടെ, പുതിയ മെത്തഡോളജി യൂസ് ചെയ്ത് പുതിയ സയന്റിഫിക് മെത്തേഡ്സ് കണ്ടുപിടിക്കുമ്പോൾ ആ സയന്റിഫിക് മെത്തേഡ്സിന്റെ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ ചരിത്രത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഐ ഹോപ്പ് ഐ ആൻസർഡ് യുവർ ക്വസ്റ്റ്യൻ. വൺ ഇസ് നോട്ട് ബെറ്റർ ദാൻ ദി അതർ. രണ്ടും തെറ്റിപ്പോയിട്ടുണ്ട്. പ്രീസ്റ്റ് കിങ്ങും തെറ്റാണ്, മദർ ഗോഡസും തെറ്റാണ്. പ്രീസ്റ്റ് കിങ് തെറ്റിപ്പോകുന്ന എന്താണ്? ആണുങ്ങൾ മാത്രമാണ് പൂജ ചെയ്യുന്നതെന്നുള്ള ബ്രിട്ടീഷുകാരുടെ തെറ്റായിട്ടുള്ള, കാരണം അവർക്കറിയാവുന്ന സെമിറ്റിക് മതങ്ങളിൽ ആണുങ്ങൾ മാത്രമാണ് പൂജ ചെയ്യുന്നത്.
ബാക്കിയുള്ള നോൺ വെസ്റ്റേൺ മതങ്ങളിൽ പെണ്ണുങ്ങളും പൂജ ചെയ്തിട്ടുള്ള ഒരുപാട് എവിഡൻസ് ഉണ്ട്, പക്ഷെ അവർക്കത് മനസ്സിലാവുന്നില്ല. ക്യൂൺസിന്റെ ഒരു എവിഡൻസ് ഉണ്ട് എന്നുള്ളത് ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് പ്രീസ്റ്റിങ്ങും തെറ്റിപ്പോവാണ്, മദർ ഗോഡസും തെറ്റിപ്പോവാണ്, ഡാൻസിങ് ഗേളും തെറ്റിപ്പോവാണ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും ഇതിനെ ഡാൻസിങ് ഗേൾ എന്നും പ്രീസ്റ്റ് കിങ് എന്നൊക്കെ ആയിരിക്കും, മദർ ഗോഡസ് എന്നൊക്കെ ആയിരിക്കും ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സും പഠിപ്പിക്കുന്നതും ടെക്സ്റ്റ് ബുക്കുകളിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്. പക്ഷെ ഈ ഒരു തെറ്റിദ്ധാരണ, അതുകൊണ്ടാണ് ഹൃതിക് റോഷന്റെ മോഹൻജദാരോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോൾ അതിനകത്ത് ഡാൻസിങ് ഗേൾസ് ഉണ്ടായിരുന്നതായിട്ട്, ഹാരപ്പയിൽ ഡാൻസ് നടന്നതായിട്ടും ഡാൻസിങ് ഗേൾസ് ഉണ്ടാകുന്നതായിട്ടുള്ള തെറ്റായിട്ടുള്ള റെഫറൻസ് വരുന്നത്. ഹാരപ്പയിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുള്ള സീലുകളാണിത്. ഫോർ മീ ദിസ് ഇസ് ഫാസിനേറ്റിംഗ് ബിക്കോസ് അനിമൽ റെപ്രസെന്റേഷൻസ് ഉണ്ട്, അനിമൽസിനോടൊപ്പം തന്നെ സ്ക്രിപ്റ്റ് പോലെയുള്ള എന്തോ മാർക്കിങ്സും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നിരന്തരമായിട്ട് ഇവയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് സീലുകൾ എന്നാണ്. സീൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ സീലുണ്ടോ നിങ്ങളുടെ ഈ പ്രായത്തില്? ഞാൻ 10-30 വയസ്സായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആയി കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ടൊരു സീൽ ഉണ്ടാക്കുന്നത്. സീൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു ഒഫീഷ്യൽ മാർക്കായിട്ട്, എന്തിനെങ്കിലും അതോറിറ്റി, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൽ നിങ്ങളൊരു ഗസറ്റഡ് ഓഫീസറുടെ സീൽ മേടിക്കാൻ പോയിട്ടുണ്ടായിരിക്കാം, 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെയോ. എന്തിനാണ്? ഇന്നൊരു കാര്യത്തിന്, ഇന്നൊരു സർട്ടിഫിക്കറ്റിന് ഒരു റെക്കഗ്നീഷൻ, ഒരു ലെജിറ്റിമസി സീൽ വഴിയാണ് വരുന്നത്. അവിടെയാണ് ഇതിനെ സീൽ എന്ന് വിളിക്കുന്നതിന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഈ കാര്യങ്ങൾ, നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒഫീഷ്യൽ ഡോക്യുമെന്റേഷന്റെ ഭാഗമാകാം എന്നുള്ളത്. പക്ഷെ സീൽ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥമുണ്ട്. എന്തെങ്കിലും കാര്യം വേറൊരു കാര്യത്തിലേക്ക് മുദ്രണം ചെയ്യുന്ന, യു ടു സ്റ്റാമ്പ് ഇറ്റ് ഓൺ സംതിങ്. അങ്ങനെയാണെങ്കിലല്ലേ സീൽ വരുള്ളൂ. നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനും പറ്റണം. ഒരു സ്ഥലത്ത് മാത്രം അടിക്കുന്നതല്ല, വീണ്ടും വീണ്ടും പല കാര്യങ്ങളിലേക്ക് ഇത് മുദ്രണം ചെയ്യാനും പറ്റണം. ഇങ്ങനെ ആണെങ്കിൽ ഇതിലെല്ലാം ഇങ്കിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മഷിയോ ഏതെങ്കിലുമൊക്കെ ഡൈയോ കാണണം. അതിന്റെ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ സീലിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാനിപ്പോ എന്റെ സീല് വളരെ സേഫ് ആയിട്ടേ ഞാൻ കീപ്പ് ചെയ്യുള്ളൂ. കാരണം ഒരാൾ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണത്. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും സീലുകൾ നിങ്ങൾക്ക് കിട്ടില്ല. വളരെ സേഫ് ആയിട്ട് ഏതെങ്കിലും സ്റ്റോറേജ് സ്ഥലങ്ങളിൽ മാത്രമേ സീൽ കിട്ടുള്ളൂ. പക്ഷേ ഹരപ്പയിൽ പല പല വീടുകളിൽ ഫ്ലോറിന്റെ അടിയിൽ നിന്ന്, ബ്രിക്കുകളുടെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് സീൽ കിട്ടിയിട്ടുണ്ട്. സോ ഇതിനെ സീൽ എന്ന് വിളിക്കുന്നത് കറക്റ്റ് ആണോ? പല സീലുകളുടെയും പുറകിൽ നമ്മൾ പലപ്പോഴും ഈ ഇമേജ് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിനൊരു ബാക്ക് സൈഡ് ഉണ്ടെന്ന്? പല സീലുകളുടെയും പുറകിൽ ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹുക്ക് ഉണ്ട്. അതിന്റെ യൂസ് എന്തായിരിക്കാം? ഒരു ക്ലാമ്പ് പോലത്തെ ഒരു സാധനം. പോസിബിലിറ്റി ഒന്ന് ആലോചിക്കും. ഇങ്ങനെ ഒരു സീലുണ്ട്, സീലിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ലൂപ്പ് പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു ഹുക്ക് പോലത്തെ ഒരു സാധനമുണ്ട്. എന്തിനാ? ഇത് ഭയങ്കര ഈസി ആൻസർ ആണ്. പിടിക്കാൻ വേണ്ടി ആയിരിക്കാം. വെരി ഗുഡ്. ഇത് ജ്വല്ലറി ആയിട്ട് യൂസ് ചെയ്തായിരിക്കാം. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഒരു നൂലിട്ടാൽ കോർത്ത് നിങ്ങൾക്ക് പെൻഡന്റ് ആയിട്ടോ ആമുലറ്റ് ആയിട്ടോ ബ്രേസ്ലെറ്റ് ആയിട്ടോ ഒക്കെ യൂസ് ചെയ്തിരിക്കാം. ഇതായിരിക്കാം ഇതിന്റെ ഒരു യൂസ് എന്ന്. നമ്മൾ നേരത്തെ പ്രീസ്റ്റ് കിങ് എന്ന് തെറ്റായിട്ട് വിളിക്കപ്പെടുന്നതിൽ കണ്ടാണ് തലയിൽ ഒരു അമുലറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ആമിൽ ഒരു അമുലറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു അമുലറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കാം ഇത്. അമുലറ്റ് ആയിട്ട് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സാധനങ്ങൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ താവീസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ, രക്ഷ, തവിട് കെട്ടുന്നത്, ഇങ്ങനെ പൂജിച്ചിട്ട് അതിലെന്തെങ്കിലുമൊക്കെ എഴുതി തരും. ഇങ്ങനെ ഒരു പ്രാക്ടീസ് ആയിരിക്കാം ഇത് എന്ന് ആർ എൻ മുഖർജി പോലുള്ള സ്കോളേഴ്സ് പറയുന്നുണ്ട്. 3000-ഓളം വർഷം നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അവർ എന്തെങ്കിലുമൊക്കെ ഐഡന്റിറ്റി മാർക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. കാരണം ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ട്, പല ഭാഷകൾ സംസാരിച്ചായിരിക്കും. നമുക്കിപ്പോ ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത വലിയ വിസ്തീർണം ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷൻ ആണ്. ആ സിവിലൈസേഷനിൽ ആൾക്കാരെയും ക്ലാൻസിനെയും ഫാമിലീസിനെയും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒഫീഷ്യൽ മാർക്കേഴ്സ് ആയിട്ട് ഇന്ന് നമ്മൾ വേറൊരു കൺട്രിയിൽ പോവുകയാണെങ്കിൽ, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് കൊണ്ട് നടക്കും അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ PR കാർഡ് കൊണ്ട് നടക്കും.
എന്തിനെ കൊണ്ട് നടക്കുന്നത്? എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന കൺട്രിയുടെ പൗരനാണ് എന്ന് കാണിക്കാനുള്ള ഒരു ഐഡന്റിറ്റി മാർക്കാണ്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ആധാർ കാർഡ് ഉണ്ട്. ഈ ആധാർ കാർഡ് എന്തിനാണ്? സ്റ്റേറ്റിന് മനസ്സിലാകാനാണ് നിങ്ങളുടെ ഐഡന്റിറ്റി ഇതാണ് എന്നുള്ളത്. ഇതുപോലെ ഒരു ഐഡന്റിറ്റി മാർക്കർ ആയിട്ടായിരിക്കാം ഈ നമ്മൾ സീൽ എന്ന് തെറ്റിദ്ധരിച്ച് വിളിക്കുന്ന കാര്യം യൂസ് ചെയ്ത്. ഇത് കുറച്ചുകൂടെ മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ സൈസ് കണ്ടാലാണ്. നമ്മൾ പലപ്പോഴും ഇതിന്റെ ഭയങ്കര ബ്ലോൺ അപ്പ് പിക്ചേഴ്സ് ആണ് കാണുന്നത്. ഈ സീൽ എത്ര ചെറുതാണെന്ന് നോക്കിയേ. ദിസ് ഈസ് വെയർ നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് പലപ്പോഴും നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ലേബലിംഗ് പ്രാക്ടീസസിലോ അതിനെ വിളിക്കുന്ന പേരുകളിലോ മാത്രമല്ല, നമ്മൾ കാണുന്ന ഇമേജസ് പലപ്പോഴും പ്രപ്പോർഷനലി ലാർജർ ആയിട്ട് ആണ് കാണിക്കുന്നത്. ഈ സീലുകളുടെയൊക്കെ ഇത്രയൊക്കെ ഉള്ളതാണ്. എന്റെ കൈ താരതമ്യേന വളരെ ചെറിയ കൈയാണ്. എന്റെ കൈയുടെ പകുതി പോലും ഇല്ല പല സീലുകളും. നിങ്ങൾ എന്തെങ്കിലും ഡൽഹിയിൽ പോകുമ്പോൾ നാഷണൽ മ്യൂസിയത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ആക്ച്വൽ സീലുകളുണ്ട്. ഈ ഡാൻസിങ് ഗേളിന്റെ പ്രതിമ അവിടെ ആക്ച്വൽ ഉണ്ട്. ഇത്രയുള്ളൊരു പ്രതിമയാണ്. നമ്മൾ കാണുമ്പോൾ തോന്നുന്നത് എന്റെ പൊക്കത്തിലുള്ള ഒരു പ്രതിമയാണ്. സോ ഇതെല്ലാം തന്നെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ കാലഘട്ടത്തിലാണെന്നും ആ കാലഘട്ടത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ആർട്ടിഫാക്റ്റിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ പലപ്പോഴും നമുക്കൊരു വാട്സാപ്പ് ഫോർവേഡ് ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ആയിട്ട് കിട്ടുന്നത്, ഒരു വീഡിയോ ആയിട്ട് കിട്ടുന്നത് ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ ഇതിനെ വ്യാഖ്യാന ഫാക്ടറികൾ ഉണ്ടാക്കുന്ന വീഡിയോസും ഇമേജസും വാട്സാപ്പ് ഫോർവേഡ്സും ആയിരിക്കും. എന്നിട്ട് ഈ ഇമേജസ് വെച്ചിട്ട് അവർ പല വാദങ്ങളും മുന്നോട്ട് വെക്കും. ഇപ്പൊ ഞാൻ ഹാരപ്പയുടെ കാര്യം മാത്രമല്ല, ഈ ഹാരപ്പയുടെ ലോജിക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബാക്കി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഏതൊരു ആർട്ടിഫാക്റ്റിനെയും അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് എന്താ? ഒരു ആർട്ടിഫാക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ നിന്ന് ഇന്ന അവശിഷ്ടം കണ്ടെത്തി, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തിൽ നിന്ന് ഇന്ന ശിവലിംഗം കുഴിച്ചെടുത്തു എന്ന് പറയുമ്പോൾ, ഒരു ഇമേജ് കയ്യിൽ കിട്ടുമ്പോൾ, ഏത് കാലഘട്ടത്തിൽ നിന്നാണ് ഇത് കിട്ടിയത്? ഹാസ് ദിസ് ബീൻ ഹിസ്റ്റോറിക്കലി ഡേറ്റഡ്? ഏതെങ്കിലും ലാബ് ഇതിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഹിസ്റ്റോറിയൻ ഇതിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ടോ? ഏകദേശം ആ കാലഘട്ടം മനസ്സിലായി കഴിയുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തിൽ നിലനിന്നിരുന്ന ആദ്യത്തെ ചോദ്യം കൾച്ചർ എന്തായിരുന്നു? എപ്പോഴും ഇന്ത്യയിൽ ഒരേ സിസ്റ്റം ആയിരുന്നു. ഇന്ന് മെജോറിറ്റി ആയിരുന്ന, അല്ലെങ്കിൽ ഇന്ന് മെജോറിറ്റി ആയിട്ട് കാണപ്പെടുന്ന അതേ കാര്യങ്ങളാണ് ഇന്ത്യയിൽ എപ്പോഴും നിലനിന്നതെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ഒരു 6th century സിക്ക് മുമ്പുള്ള ഒരു കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി റിലീജിയസ് ഫ്ലൂയിഡിറ്റി ഉള്ള പല അതിനെ മതങ്ങൾ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. കാരണം മതത്തിന്റെ ഒരു സ്ട്രക്ചർ ആകുന്നത് 16, 17 നൂറ്റാണ്ടിൽ മാത്രമാണ്. അതിനു മുമ്പത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ട്രഡീഷൻ പാരമ്പര്യം എന്ന് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ബൗദ്ധ പാരമ്പര്യം കാണാൻ പറ്റും, ജൈന പാരമ്പര്യം കാണാൻ പറ്റും, അജീവിക പാരമ്പര്യം കാണാൻ പറ്റും, ചർവാക പാരമ്പര്യം കാണാൻ പറ്റും. ഇങ്ങനെ പല ഒരു മിക്സ് ഓഫ് ട്രഡീഷൻസ് നിലനിന്നിരുന്ന ഒരു ഇന്ത്യയെ നമുക്ക് ഏകദേശം 6ാം നൂറ്റാണ്ടിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മറ്റൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരു ഫാമിലിയിലുള്ളവരെല്ലാം ഒരേ മതത്തിലും ഒരേ ജാതിയിലും ഉള്ളവരായിരിക്കും എന്നാണ്. കാരണം എന്താ? ഇന്ത്യയിൽ നമ്മൾ ഇപ്പൊ കാണുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ വേദിക് കാലഘട്ടം എടുത്ത് നോക്കിയാൽ വേദസൂക്തങ്ങളിൽ തന്നെ റോമന കപ്രവളി ഇന്ത്യയിൽ അതിന്റെ ആദ്യത്തെ പേജുകളിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു കുംഹാരനാണ്, എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു വാട്ടർ ബെയറർ ആണ്, എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്ന് പറയുന്നത് വെള്ളം എടുക്കാൻ പോകുന്ന ഒരു സ്ത്രീയാണ്, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് വാരിയർ ആണ്, എൻ്റെ ബ്രദർ ഇൻ ലോ എന്ന് പറയുന്നത് ഒരു കാളകളെ മേയ്ക്കുന്ന ആളാണ്. അപ്പൊ ഒരു ഫാമിലിയിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിനൊരു കാസ്റ്റ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഒരു ഫാമിലിയിൽ തന്നെ കുംഹാരൻ എന്ന് പറയുന്ന പിന്നീട് വരുന്ന വർണ്ണാധിഷ്ഠിതമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശൂദ്രനായിട്ട് ഒരാളും, അച്ഛൻ എന്ന് പറയുന്ന വാരിയർ ആണ് ക്ഷത്രിയനായിട്ട് ഒരാളും, അമ്മ എന്ന് പറയുന്നത് വാട്ടർ ബെയറർ ആണ് പഞ്ചമാ ഗ്രൂപ്പിൽ പെടുന്ന ആൾ. ഇവരെല്ലാം ഒരു ഫാമിലിയുടെ മെമ്പേഴ്സ് ആയിട്ടാണ് പറയുന്നത്. കാരണം എന്താ? ആ സമയത്ത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ജാതിയുടെ സ്ട്രക്ചർ അല്ല. 2, നമ്മൾ രാജാക്കന്മാരുടെ കാര്യം തന്നെ എടുത്തു നോക്കിയേ. അശോകൻ ഏത് മതമായിരുന്നു? കലിംഗ വാർ കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുക ബുദ്ധിസ്റ്റ് അശോകൻ. അശോകന്റെ പിതാവ് ബിന്ദുസാരൻ എന്ന് പറയുന്ന അദ്ദേഹം
ആജീവിക മതമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനു മുമ്പ് ചന്ദ്രഗുപ്ത മൗര്യനോ, അശോകന്റെ ഗ്രാൻഡ് ഫാദറോ? അദ്ദേഹം ഇവിടെ ചന്ദ്രഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ജൈന മതം സ്വീകരിച്ച് മരിച്ച ആളായിട്ടാണ് പറയുന്നത്. അപ്പൊ ഒരു ഡൈനാസ്റ്റിയിൽ തന്നെ 3 ജനറേഷനിൽ 3 മതങ്ങൾ അനുഷ്ഠിക്കുന്ന രാജാക്കന്മാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ജൈന മതം ആയിരുന്നു, അതിന്റെ നെക്സ്റ്റ് വരുമ്പോഴത്തേക്ക് ആജീവിക മതമാകുന്നു, അതിന്റെ നെക്സ്റ്റ് മതം ആകുമ്പോഴത്തേക്ക് ബൗദ്ധമതം ആകുന്നു. ഇങ്ങനെ ഒരു ഫാമിലിയിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന ലാർജ് സെറ്റ്സ് ഓഫ് പീപ്പിളിനെ നമുക്ക് കാണാൻ പറ്റും. സോ ഇന്ന് നമ്മൾ ചരിത്രം എന്ന് വിചാരിക്കുന്ന, ഇന്ന് നമ്മുടെ ഇന്നിന്റെ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ചരിത്രത്തിനെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ കാണാതിരിക്കുകയും, ആൻഡ് ദാറ്റ് ഇസ് ഹൗ ഹിസ്റ്ററി വർക്ക്സ്. കാരണം ഹിസ്റ്ററി ഫ്ലക്സ് ആയിട്ട് മൂവ് ചെയ്യുന്ന കാര്യമാണ്. ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ചരിത്രം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എല്ലാ കാലത്തും ഒരേപോലെ നിന്ന ഒരു കാര്യവും ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ റിലീജിയൻ എടുത്ത് നോക്കിയാലും, കാസ്റ്റ് സ്ട്രക്ചർ എടുത്ത് നോക്കിയാലും, നേഷൻ ഭരണകൂടങ്ങളെ എടുത്ത് നോക്കിയാലും, ജെൻഡർ സങ്കല്പങ്ങൾ എടുത്ത് നോക്കിയാലും, കൾച്ചർ എടുത്ത് നോക്കിയാലും, ഇതെല്ലാം മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് നമ്മൾ പഴയ കാലത്തെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ടു പോകും. അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ഒരു ടേം ഉണ്ട്, അനാക്രോണിസം എന്നാണ് അതിന് പറയുന്നത്. അതായത് കുഞ്ഞാലി മരക്കാർ സിനിമയില് ഷർട്ടിന്റെ കോളർ ഇട്ട ഒരാളെ ഷർട്ട് കോളർ കണ്ടു എന്ന് പറഞ്ഞ് പല റിവ്യൂവേഴ്സും കളിയാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സിനിമയിൽ അങ്ങനെ ഉണ്ട്, ഒരു സീനിനകത്ത് ഉണ്ട്, ഒരു പുതിയ നമ്മുടെയൊക്കെ ഷർട്ടിന്റെ കോളർ പോലെയുള്ള ഒരു കോളർ ഇട്ട ഒരാള് ഓഡിയൻസിന്റെ അല്ല, കുഞ്ഞാലി മരക്കാർ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരുടെ, ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് അനാക്രോണിസം ആണെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. പക്ഷെ ചരിത്രത്തിലെ പല കാര്യങ്ങളും, ഡെമോക്രസി, സ്ലേവറി, ഇങ്ങനെയുള്ള ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ചരിത്രത്തിൽ അന്നേ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ 2-ാം നൂറ്റാണ്ടിലെ ജനപദങ്ങളിലെ ഡെമോക്രസി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തോന്നും. ഇവിടെ വിഷ്ണു ശിവ വർഷിപ്പ് അല്ലെങ്കിൽ ഗണപതി വർഷിപ്പ് ഉണ്ടായി വരുന്നത് ഗുപ്ത കാലഘട്ടത്തിലാണ്. 8-ാം നൂറ്റാണ്ട് തൊട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ക്ഷേത്രങ്ങൾ, സ്ട്രക്ചറൽ ടെമ്പിൾസ് ഉണ്ടായി വരുന്നത്. പക്ഷെ നമ്മളോട് പറയും 5000 വർഷം മുമ്പേ തന്നെ ഇവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി ബിലീവ് ചെയ്തു പോകും. സോ 3 questions that you have to ask whenever ഒരു ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പർട്ടിക്കുലർലി ഇമേജസ് ഉള്ള, ആർട്ടിഫാക്ട്സ് ഉള്ള ഒരു ഫോർവേഡ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട 3 ക്വസ്റ്റ്യൻ ആണ്: ഏത് കാലഘട്ടമാണ്, ആരാണ് ഇത് കണ്ടെത്തിയത്, ഇതൊരു പ്രൊഫഷണലി ട്രെയിൻഡ് ഹിസ്റ്റോറിയൻ ആണോ കണ്ടെത്തിയത്, ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്, 3 ആ കാലഘട്ടത്തിൽ ഈ ഒരു പർട്ടിക്കുലർ ആർട്ടിഫാക്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ. ഒരു പ്രീ റിക്വസിറ്റ് ഇതിന് ആവശ്യമില്ലേ? അതായത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഇന്റർനെറ്റ് ഉണ്ടെന്ന് വാദിക്കാൻ പറ്റില്ലല്ലോ. മഹാഭാരതത്തിൽ സഞ്ജയൻ ഇന്റർനെറ്റ് വഴി അല്ലെങ്കിൽ ടെലിപ്പത്തിക്കായിട്ട് കുരുക്ഷേത്രം വർണ്ണിച്ചു കൊടുത്തെന്ന് പറയുന്ന അന്നേ ഇന്റർനെറ്റ് ഉണ്ടെന്ന് ബിപ്ലവ് ദേവിന് പറയാൻ പറ്റും. പക്ഷെ സയന്റിഫിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇത് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ചോദിക്കും, ഇതിന് പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേണം, കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം, ഇലക്ട്രിസിറ്റി ആ കാലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടോ. ലോജിക്കലി ഇതിനെ നമുക്ക് ഡൈസെക്ട് ചെയ്തെടുക്കാൻ പറ്റും. 2, ഇതിന്റെ പുറകിലുള്ള മോട്ടീവ് എന്താണ് എന്നുള്ള ഒരു 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഹിസ്റ്ററിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, ഹിസ്റ്ററിയെ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഈ പ്രവണതകൾക്ക് കുറെയെങ്കിലും നമുക്കൊരു തടയിടാൻ സാധ്യമാണ്. ഇതിന് തിരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റണം. ഞാനിപ്പം ആസ് എ ടീച്ചർ ഞാൻ ഡൽഹിയിലും ഹൈദരാബാദിലും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് കേരളത്തിൽ വന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന കേരളത്തിലെ കുട്ടികൾ കുറെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്യുമെന്നാണ്. പക്ഷെ ഞാൻ കേരളത്തിൽ വന്ന് കഴിയുമ്പോൾ ക്ലാസ് റൂമിൽ തിരിച്ച് ചോദ്യം ചോദിക്കാൻ മടിയുള്ള കുറെ കുട്ടികളെയാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മുടെ ക്ലാസ് റൂംസിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പേടിപ്പിച്ച് വെച്ചിട്ട് ഇരിക്കുന്ന ആണോ, ഐ ഡു നോട്ട് നോ വൈ. പലപ്പോഴും ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത് അതിന് അപ്രമാദിത്വം ഉണ്ടെന്നോ അല്ലെങ്കിൽ അതാണ് ലാസ്റ്റ് വേർഡ് ഓൺ തിങ്സ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. നമുക്ക് ഇത്രയും ലിറ്ററസി ഉള്ളതിന്റെ കൂടെ ഒരു പ്രശ്നവും കൂടെയാണ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, വി ഹാവ് entered into an era where we cannot trust books, we cannot trust textbooks.
അതുകൊണ്ട് നാളെ ക്ലാസ് റൂമുകളിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, നിങ്ങൾ PG പഠനത്തിനോ ഹയർ എഡ്യൂക്കേഷനോ പോകുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ തരുന്നത് അമ്പേ നിങ്ങൾ വിശ്വസിക്കരുത്. തിരിച്ച് ചോദ്യം ചോദിക്കണം, റെഫറൻസുകൾ ചോദിക്കണം. ഒരു ഇമേജ് കാണുമ്പോൾ ആ ഇമേജ് എവിടെ നിന്നാണ് വന്നത്, ഒരു ആർട്ടിഫാക്ട് കാണുമ്പോൾ ആ ആർട്ടിഫാക്ട് ആരാണ് പ്രൊഡ്യൂസ് ചെയ്തത്, ഏത് കാലഘട്ടത്തിലാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇത് നിരന്തരമായിട്ട് സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാലേ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ചേഞ്ച് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ നിലനിർത്താനായിരിക്കും മെയിൻ സ്ട്രീമിന്റെ മെജോറിറ്റേറിയൻ ആയിട്ടുള്ള കൺസേൺസ് നിലനിർത്താൻ എപ്പോഴും ശ്രമങ്ങൾ നടക്കുകയുള്ളൂ. തിരിച്ച് ഇന്നിപ്പോ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടായി കഴിയുമ്പോൾ ഭരണവർഗം ഇതിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വരികയാണ്. അൺഎംപ്ലോയ്മെന്റ് ഇന്നലെ ഉണ്ടായ കാര്യമല്ലല്ലോ. നിങ്ങളെല്ലാം പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ജോലി കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഒരു CJP പാർട്ടി ഉണ്ടായി കഴിയുമ്പോഴാണല്ലേ. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇത് എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ആൻസർ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ നമ്മളെ തന്നെ പ്രാപ്തരാക്കണം. ആ പ്രാപ്തത നമുക്ക് വേണമെങ്കിൽ, ആ എബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ നമ്മൾ കുറച്ച് ചിന്തിച്ചേ മതിയാകുള്ളൂ, ചോദ്യം ചെയ്തേ മതിയാകുള്ളൂ. ആൻഡ് ഹിസ്റ്ററി ഈസ് വൺ ഓഫ് ദ വേസ്. മെനി വേസ് ഉണ്ട്. ഇത് ഒറ്റ മാർഗമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കുകയും ആ ചരിത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്താൽ നമുക്ക് കുറെ കൂടെ ചോദ്യം ചെയ്യാൻ, ക്രെഡിബിൾ ആയിട്ടുള്ള ചോദ്യം ചെയ്യാൻ നമുക്ക് കുറെ കൂടെ ഒരു ഇടം കിട്ടും. നിലപാടുകൾ മേക്ക് ചെയ്യാൻ ഒരു ഇടം ആയിട്ട് നമുക്ക് ഹിസ്റ്ററിയെ യൂസ് ചെയ്യാൻ പറ്റും. വിത്ത് ദാറ്റ് ലെറ്റ് മീ ക്ലോസ്. താങ്ക് യു.